ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനി. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷമാണ് ആയത്തുള്ള ഖുമൈനി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ശത്രുവിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് പോരാടണം, അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് നിഷ്പ്രയാസം തകർക്കാൻ പറ്റും. കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇതുവരെ നിർത്തിയിട്ടില്ല. ആക്രമണങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. ഗസയും ലബനാനും ആക്രമിച്ച് മുന്നേറുകയാണ് ഇസ്രായേൽ. ഹമാസ് പ്രസിഡന്റ് ഇസ്മായിൽ ഹനിയടക്കം നിരവധി നേതാക്കന്മാരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇല്ലാതാക്കിയത്. അതുപോലെ 10,000-കണക്കിന് സാധാരണക്കാരെയും. ഇപ്പോൾ ഗസ വിട്ട് ഗസയും ലബനാനെയും ഒരുപോലെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇസ്രായേൽ മാറുന്നതും ലോകം ഇതിനെ വളരെ ആകാംക്ഷയോടാണ് സമീപിക്കുന്നതും. പശ്ചിമേഷ്യ ഇങ്ങനെ കത്തിയെരിയുന്ന സമയത്ത് ലോകം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നുപോകുമോ എന്നുപോലും UN അടക്കം ഭയപ്പെടുന്നു. എന്നാൽ UN ഇതിൽ കാര്യമായൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം ഇസ്രായേലും അമേരിക്കയുമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇറാൻ്റെ പരമോന്നതമായ പല നേതാക്കന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സുലൈമാൻ, മെഹ്സൂദ്, ഇറാൻ പ്രസിഡന്റ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ.